നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു പൊറോട്ട ഉണ്ടാക്കണം. പക്ഷേ പൊറോട്ട ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെ അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഞാനും ഇടയ്ക്ക് കുറേ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയൊക്കെ കുഴച്ചൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് നെയ്യില്ലെന്ന് അറിയുന്നു. നെയ്യിൽ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാൻ കറി എന്ത് വെക്കണം ആലോചിച്ചിട്ട് ഒരു പിട്ടും പിടിയില്ല. അവസാനം സോയ കണ്ട് സോയ വെച്ചിട്ട് കറി ഉണ്ടാക്കി. സോയ ചില്ലി ഉണ്ടാക്കാൻ നമ്മൾ വെച്ചു. അങ്ങനെ ഇതുപോലെയൊക്കെയാണ് പിന്നെന്താ പറയുക സോയ ഉണ്ടാക്കുന്നത്. സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഉള്ള സാധനങ്ങളെ വെച്ച് ഉണ്ടാക്കിയേക്കുക. എന്തായാലും ചില്ലിയൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതിന് ഞാൻ ഇതിനകത്ത് സോയ ചേർത്തേക്കുന്നത് സോയയിൽ ചേർത്തേക്കുന്നത് കോൺഫ്ലവറും പിന്നെ കുറച്ച് പിന്നെ മുളക് പൊടിയായിട്ടാണ് ചേർത്തത്. കാരണം ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് സോസിന് പകരം സോയ സോസും ടൊമാറ്റോ സോസും ഈ ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടി ചേർത്തിട്ട് വറുത്തത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മസാല ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനൊരു ചെറിയ ഈ സോയാബീനൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇട്ടതാട്ടോ. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓരോ കോൺഫ്ലവറും എല്ലാമൊക്കെ ചേർത്ത് പിന്നെ ഈ കളർ വ്യത്യാസം കൂടുതലായിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ കേട്ടോ. ഈ രാത്രിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ഫ്ലാഷ് ഇട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അല്ല വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പൊറോട്ട വൻ ഫ്ലോപ്പായി പോയി. വെള്ളം കൂടിയതാണോ കുറഞ്ഞാണോ എനിക്കറിയാൻ പാടില്ല. പക്ഷേ നല്ലതായിട്ട് ഒരു മതിരി നല്ലോണം പരക്കുന്നില്ല. തിരിച്ച് കയറി വന്നിരിക്കും. എന്നിട്ട് എന്താ പറയുക ഇതുപോലെ വലിഞ്ഞു നിൽക്കൂലേ അതുപോലെ വരുമായിരുന്നു. ആകപ്പാടെ എന്തായാലും കുഴപ്പമില്ല. ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊറോട്ടയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. അറിയുന്നില്ല ഗൈസ്. ആകെപ്പാടെ പണിപാടിയെന്നാ തോന്നുന്നത്. മതി മറ്റത്